അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ അനുഗ്രഹങ്ങൾ ഒരു മഴ പോലെ വർഷിക്കുന്ന, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിൽ ഒരുപാട് നബിമാരുടെ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു അവരെ മോചിപ്പിച്ച മനോഹരമായൊരു ദിവസമാണ് ആശൂറയുടെ ദിവസം, മുഹറം 10 ദിവസം. അത്ര അത്ഭുതം നിറഞ്ഞ ദിവസം, ചോദിക്കുന്നതിനൊക്കെ ഉത്തരം ലഭിക്കുന്ന ദിവസം. നമ്മൾ എത്ര വലിയ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ഇടങ്ങേറിലും ഒക്കെ മുങ്ങി നിൽക്കുകയാണെങ്കിലും അള്ളാഹു നമ്മളെ പൊക്കിയെടുക്കുന്ന ദിവസം. ആ പ്രയാസത്തിൽ നിന്ന് 10 സാധനങ്ങൾ വീട്ടിലുണ്ടോ, 10 കാര്യങ്ങൾ വീട്ടിലുണ്ടോ, അവർക്ക് ഈ ആശൂറയുടെ പുണ്യം ലഭിക്കില്ല. അള്ളാഹുവിൻ്റെ അത്ര വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ആ ആശൂറ ദിവസം ഈ 10 കാര്യങ്ങൾ വീട്ടിലുള്ളവർക്ക് ഒരനുഗ്രഹം കിട്ടൂല, ആശൂറയുടെ പുണ്യം ലഭിക്കൂല, അവർ തകർന്നു പോവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതാണെന്നറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റിവെക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ? പുണ്യ മുഹറം കിട്ടിയിട്ട് ഹാപ്പി ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനുള്ള അല്ലേ? ഈ മുഹറത്തിൻ്റെ തുടക്കം ഹാപ്പിയാണോ? ലൈഫ് ലോങ് ഹാപ്പി ആയിരിക്കും. അതിനുള്ള അമലുകളൊക്കെ നമ്മൾ ചെയ്യണമല്ലേ? ശരിക്കും മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ദിവസമാണ് ആശൂറയുടെ ദിവസം, മുഹറം 10. അത്ര അനുഗ്രഹങ്ങൾ, കയ്യും കണക്കൂലാത്ത അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ദിവസമാണ് ഇല്ലേ? ഒരുപാട് പ്രവാചകന്മാർ പ്രതിസന്ധിയിലായ, അത്ര വലിയ പരീക്ഷണങ്ങളിൽപ്പെട്ട പ്രവാചകന്മാരുണ്ട് അല്ലേ? അയ്യൂബ് നബി മാരകരോഗം കൊണ്ട് ബുദ്ധിമുട്ടി അല്ലേ? അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രവാചകന്മാർ അവരിങ്ങനെ പ്രയാസപ്പെട്ടപ്പോൾ അള്ളാഹു അവരെ ഉയർത്തിയെടുത്തത്. പ്രത്യേകിച്ച് നമ്മളെപ്പോഴും ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ യൂനുസ് നബിയുടെ. ആ യൂനുസ് നബിയെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചത്. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ രക്ഷപ്പെടുത്തിയത് ഏത് ദിവസമാണ്? മുഹറം 10 ദിവസമാണ്. അപ്പം നമ്മളും രക്ഷപ്പെടണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട് അല്ലേ? അതുപോലെ തന്നെ കടക്കണിയിൽപ്പെട്ടിട്ട് വേദനിക്കുന്നവരുണ്ട്, മക്കളുടെ കയ്യിൽ നിന്ന് ഉപദ്രവമേറ്റിട്ട് വേദനിക്കുന്നവരുണ്ട്, കുടുംബ പ്രശ്നങ്ങളിൽ നീറുന്നവരുണ്ട്. എന്ത് പ്രശ്നമായിക്കോട്ടെ, ഏതേത് പ്രശ്നങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ പടച്ചോനോട് രക്ഷ തേടാനും നമ്മൾ അതിൽ നിന്നൊക്കെ പൊക്കിയെടുക്കാനുള്ള ദിവസമാണേത്? മുഹറം 10. പക്ഷേ 10 സാധനം വീട്ടിലുണ്ടോ? രക്ഷയില്ല കേട്ടോ. എന്തെല്ലാം ചെയ്താലും നമുക്ക് അതിൻ്റെ പുണ്യം ലഭിക്കില്ല. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ വൃത്തിയാക്കിയപ്പോഴും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിനൊരു വീടുണ്ട്. അതെവിടെയാണ്? കൽബാണ്. ഈ കൽബിനകത്ത് 10 സാധനങ്ങളുണ്ടോ അതൊക്കെ മാറ്റി വെച്ചില്ല എങ്കിൽ, ആ സ്വഭാവം മാറ്റി വെച്ചിട്ടില്ല എങ്കിൽ ആശൂറ നമുക്ക് കിട്ടൂല. ഇതെന്തിനാണ് ആശൂറ വരുന്നതിന് മുമ്പ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളൊന്ന് റെഡിയായിരുന്ന് ആ ആശൂറ ദിവസത്തെ സ്വീകരിക്കാൻ തയ്യാറാവണ്ടേ? വേണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ 10 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചാലോ, ആർക്കൊക്കെയാണ് കിട്ടാത്തത് ആശൂറ പഠിച്ചാലോ, ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത്തേത് ബന്ധം മുറിക്കുന്നവനാണ്. അതെല്ലായിടത്തും നമ്മൾ പറയാറുണ്ട്. മിഅറാജ് ആകട്ടെ, ആശൂറ ആകട്ടെ, ആറഫയാകട്ടെ, റമളാൻ ആകട്ടെ, ലൈലത്തുൽ ഖദർ ആകട്ടെ, കുടുംബ ബന്ധം മുറിക്കുന്നവന് ഒരു നന്മയില്ല. അവൻ എത്ര തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചാലും അവന് വേണ്ട, അവന് അള്ളാഹുവിന് അമല് വേണ്ട, കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. ഞാനെപ്പോഴും വീണ്ടും വീണ്ടും ഇത് ഉണർത്താൻ കാരണം എന്താ? നമ്മുടെ ഈ സ്വബാഹുൽ ഖൈർ കേൾക്കുന്ന ആളുകളിൽ തന്നെ ഒരുപാട് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട്, വിത്ർ നിസ്കരിക്കുന്നവരുണ്ട്, റവാത്തിബ് മുടക്കാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ കുടുംബ ബന്ധം മുറിക്കണ വിഷയത്തിൽ ഒരു സൂക്ഷ്മതയില്ല. അത് അവരല്ല എന്നോട് തെറ്റിയത്, അവർ വേണമെങ്കിൽ മിണ്ടട്ടെ. അങ്ങനെയല്ല. അങ്ങനെ ബന്ധം മുറിഞ്ഞു നിൽക്കുന്നിടത്തോളം മലക്കുകളുടെ ശാപമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ എന്ത് ചെയ്യണം? നമ്മൾ മുറിച്ച ആളുകളെ എന്ത് ചെയ്യുക? വിളിക്കുക. നമ്മളായിട്ട് ബന്ധം മുറിച്ചതാണോ അല്ലെങ്കിൽ അവരിഞ്ഞ് ബന്ധം മുറിച്ചതാണോ, എങ്ങനെ ആയിക്കോട്ടെ, അറഫയുടെ മുമ്പ് ക്ഷമിക്കണം, ആശൂറയുടെ മുമ്പ് അവരെ പോയി കാണാൻ പറ്റുമെങ്കിൽ കാണുക, അല്ലെങ്കിൽ വിളിക്കുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അവരെ വിളിക്കുക, അസ്സലാമു അലൈക്കും. അങ്ങനെ വിളിക്കുമ്പോൾ അവർ മിണ്ടുന്നില്ലെങ്കിലും നമ്മൾ സെറ്റാണ്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി വിളിച്ചു, അവർ മിണ്ടുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അവർ ചിലപ്പോൾ നമ്മളെ തെറി പറഞ്ഞാൽ പോലും നമുക്ക് ബോണസാണത്. മനസ്സിലായോ? ഒരു കണക്കിന് അവർ നമ്മളോട് മിണ്ടാതിരിക്കണമെന്നാണ് അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് ബോണസ്. പക്ഷെ അള്ളാഹു അവർക്ക് വലിയ പ്രയാസമായിരിക്കും. അത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും അവർ മിണ്ടുന്നോ മിണ്ടാതിരിക്കുന്നോ നമ്മുടെ വിഷയമല്ല. നമ്മൾ മിണ്ടുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. വിളിക്കുക, അസ്സലാമു അലൈക്കും മുത്താപ്പ അല്ലെങ്കിൽ കൊച്ചാപ്പ. ആരാണ്? ഇനി മരുമോളാണ്, അമ്മായിയമ്മയാണ്, ആരും ആയിക്കോട്ടെ. നിങ്ങളൊരുപാട് വേദനിപ്പിച്ച കുടുംബക്കാരനാണ്, ആയിക്കോട്ടെടാ, നിങ്ങളെ വേദനിപ്പിച്ചോട്ടെ.
നിങ്ങൾ ആ വേദന പോലും ആർക്ക് വേണ്ടി മറന്ന് വിളിക്കണം? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. എന്നെക്കൊണ്ടത് മറക്കാൻ പറ്റൂല. മറക്കണം. നമ്മൾ എന്തോരം തെറ്റ് ചെയ്തിട്ടും ഒരൊറ്റ അസ്തഗ്ഫിറുള്ളയിൽ പടച്ചോനൊക്കെ മറക്കണില്ലേ? എല്ലാം പൊറുക്കണില്ലേ? അത്ര വലിയ തെറ്റ് ഇല്ലേ? എന്തെല്ലാം തെറ്റ് ചെയ്താലും അസ്തഗ്ഫിറുല്ലാഹ് പടച്ചോനെ, അതെല്ലാം പുറത്തു തരും. നമ്മൾ പൊറുക്കൂല്ലെങ്കിൽ പിന്നെ അള്ളാഹ് നമുക്ക് പുറത്തു തരുമോ? ഇല്ല. എന്തെല്ലാം ദ്രോഹം നിങ്ങളോട് ചെയ്താലും അള്ളാഹ് കൊടുക്കേണ്ടതൊക്കെ അവർക്ക് കൊടുത്തോളും. മനസ്സിലായോ? നിങ്ങളങ്ങ് പൊരുത്തപ്പെട്ട് കൊടുത്തേക്ക്, എന്നിട്ട് വിളിക്കുക. ആ ബന്ധം ചേർക്കാതെ നിങ്ങളിങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ മക്കളെ ആശൂറ കിട്ടൂല എന്ന് ഹബീബായ തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയാം. രണ്ടാമത്തേത്, അഹങ്കാരമുള്ളവർക്ക് ആശൂറ കിട്ടൂല. അഹങ്കാരം, എന്തുകൊട്ടി അഹങ്കാരം അല്ലേ? കിബിർ, അള്ളാൻ്റെ കസേരയാണ് കിബിർ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മുത്തക്കബിർ, കിബിറുള്ളവൻ, അഹങ്കരിക്കണമെങ്കിൽ സ്വന്തമായിട്ടുണ്ടാവണം. നമുക്ക് സ്വന്തമായിട്ട് വല്ലതുണ്ടോ? നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമുക്കില്ല. നമ്മളും പടച്ചോൻ്റെതാണ്. നമ്മളും ആരുടേതാണ്? പടച്ചോൻ്റെതാണ്. എല്ലാം അള്ളാൻ്റെതാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം കഴിവിനെക്കുറിച്ചോ പദവിയെക്കുറിച്ചോ ഒക്കെ ഇങ്ങനെ അഹങ്കരിക്കുമ്പോൾ അത് അഹങ്കാരം അള്ളാഹുവിൻ്റെ കസേരയാണ്. ആ കസേരയിലേക്ക് കയറിയിരിക്കലാണ്. അങ്ങനെ കയറിയിരിക്കുന്നവർക്ക് അള്ളാഹു അക്ബർ ശരിയാവില്ല. അള്ളാഹു അക്ബറിൽ നമ്മളെന്താ പറയണേ? ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കണതാ ഏറ്റവും വലുത് ഞാനാണ്. അതുകൊണ്ടാണ് നമുക്ക് നിസ്കാരം പോലും ആസ്വദിക്കാൻ പറ്റാത്തതടാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അഹങ്കാരം ഉണ്ടോ? താത്തിക്കൊള്ളണം. കൽബ് ക്ലീനാക്കിയിട്ട് അള്ളാഹു അക്ബർ പറയാതെ ആശൂറ കിട്ടൂല. മൂന്നാമത്തേത്, ലഹരി ഉപയോഗിക്കുന്നവർ. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആഭ്യന്തര വകുപ്പ് തൂഫാൻ എന്ന് പറയുന്നൊരു പദ്ധതി പാസ്സാക്കിയിട്ടുണ്ട് അല്ലേ? മനോഹരമായൊരു പദ്ധതിയാണത്. അത് ലഹരിയുടെ ഉപയോഗമൊക്കെ ഇന്നിപ്പോൾ കോളേജുകളിലും സ്കൂളിലും. ഇപ്പോൾ ഞാൻ ഒരു കോളേജിലെ അധ്യാപകൻ എന്ന നിലയിൽ തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല കുട്ടികളും ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന കാഴ്ച എത്ര വലിയ അപകടമാണത് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ഇപ്പോൾ ലഹരി എന്ന് പറഞ്ഞാൽ കള്ളുകുടിയന്മാരായ ഒരുപാട് ഭർത്താക്കന്മാർ ഈ സ്വഭാവലഹരിയിൽ പങ്കെടുക്കുന്ന സഹോദരിമാർക്കുണ്ട് അല്ലേ? അവരാ ലഹരി ഉപയോഗിക്കുന്ന കാലത്തോളം ആ കുടുംബത്തിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങൂല. അപ്പം നിങ്ങൾ പടച്ചവനോട് കരഞ്ഞു ദ്വാരക്കണം. യാ റബ്ബി, ഭർത്താവ് കുടിക്കണേന് ഞാൻ എന്ത് ചെയ്യും? അല്ലാഹ് നീ പുറത്ത് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും പടച്ചവനെ? എൻ്റെ ഇണയെ നീ നന്നാക്കണേ അല്ല. നിങ്ങൾ ദ്വാരക്ക, നിങ്ങൾ പിന്തുണ കൊടുക്കുക. അവനെ മാറ്റിയെടുക്കാൻ കഴിയണം. അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ അല്ലേ? അത്തരം ദുശീലങ്ങൾ ഉള്ള ആളുകൾക്ക് അള്ളാഹു ആശൂറായിൻ്റെ പുണ്യം കൊടുക്കില്ല. നാലാമത്തേത്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആളുകൾ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലേ? ഒരു വാക്കുകൊണ്ടാണെങ്കിലും മറ്റുള്ളവർക്കൊരു കുത്തു കൊടുക്കാത്ത ആളുകളാണ് നിങ്ങളെങ്കിലും ഓക്കെ. അങ്ങനെ കുത്തുന്നവരാണെങ്കിൽ, മറ്റുള്ളവരെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നവർ, പരദൂഷണം പറയുന്നവർ, ഏഷണി പറയുന്നവർ, അങ്ങനെയുള്ള സ്വഭാവം നിങ്ങളിലുണ്ടോ? നിങ്ങൾക്ക് ആശൂറ കിട്ടൂല മക്കളെ, കിട്ടൂല. രാവിലെ എണീക്കണത് തന്നെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാനാണ്. അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അങ്ങനത്തെ സ്വഭാവം. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കും, നെറ്റിയിൽ തഴമ്പുണ്ടാവും. ആർക്ക് വേണോ തഴമ്പ്? ആർക്ക് വേണോ അത്? അപ്പോൾ മറ്റുള്ളവരെ കുറ്റവും കുറവും പറയുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആശൂറ ലഭിക്കില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അഞ്ചാമത്തേത്, നന്ദിയില്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ. അതായത് അള്ളാഹ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. കുടുംബം തന്നു, കിടക്കാൻ സൗകര്യം തന്നു, മക്കളെ തന്നു, ശ്വസിക്കാൻ സൗകര്യം ചെയ്തു തന്നു, ഹൃദയം ഇടിപ്പ് തന്നു അല്ലേ? എണ്ണിയാ തീരോ പടച്ചവൻ്റെ അനുഗ്രഹങ്ങൾ? വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. നിങ്ങൾ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പടച്ചോൻ്റെ അനുഗ്രഹം തീരൂല. അപ്പോൾ പടച്ചോൻ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം തരുമ്പോഴേക്ക് അത് അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാതെ അതിലിങ്ങനെ അസംതൃപ്തി, എനിക്ക് കുറഞ്ഞു പോയല്ലോ, അപ്പുറത്തുള്ളവർക്ക് എന്തെല്ലാം വീടാൻ. അപ്പോൾ ഇതിലൊരു നന്ദിയില്ല. നന്ദി കെട്ട ജന്മങ്ങൾ അല്ലേ? വൈനൽ ഇൻസാന, ഈ മനുഷ്യനെ ഏറ്റവും കൂടുതൽ നന്ദി കെട്ടവനാണെന്നാണ് അല്ലാഹു ഖുർആനിൽ പറയുന്നത്. ആ നന്ദി കെട്ട സ്വഭാവം നമ്മളിലുണ്ടോ? നമുക്ക് ആശൂറ കിട്ടൂല. നമ്മൾ പടച്ചോൻ തന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ആശൂറായിനെ സ്വീകരിച്ചു നോക്കിയേ. അതായത് മത്സ്യത്തിൻ്റെ അകത്ത് യൂനുസ് നബി പെട്ടു, ആഴക്കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും അള്ളാനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവിടെയും അത് തൃപ്തിപ്പെട്ട് നിന്നിട്ട് പറഞ്ഞ എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക്. പടച്ചോനെ നീയാണ് വലിയോൻ, നീ മാത്രമേ എനിക്കുള്ളൂ, എനിക്ക് വേറെ ആരുമില്ല. ഈ ബോധ്യമുള്ള ആളുകൾ, അതാണ് നന്ദിയുടെ മനസ്സ്. ഈ ബോധ്യമുള്ളവർക്ക് അല്ലെങ്കിൽ വേറെ ആർക്കാ ആശൂറ കിട്ടുക? മനസ്സിലായി? അപ്പോൾ ആശൂറ കിട്ടണോ? നന്ദിയുള്ള ആളുകളായിരിക്കണം. ആറാമത്തേത്, വാപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിക്കുന്നവർക്ക് കിട്ടില്ല. അവർക്ക് ഒരു സംഗതിയും കിട്ടില്ല. പടച്ചോൻ്റെ മാലാകമാരിങ്ങനെ വട്ടം കൂടിയിരുന്ന് ശപിക്കുകവരെ അല്ലേ? മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവർ, അതിൽ പ്രത്യേകിച്ച് അമ്മായിയപ്പനൊക്കെ പെട്ടു. അത് നിങ്ങളുടെ വാപ്പായും ഉമ്മായുമാണ്. മനസ്സിലായോ? അപ്പോൾ ഭാര്യമാർ ഭർത്താവിൻ്റെ വാപ്പാനും ഉമ്മാനെയും പരിഗണിക്കണം, ഭർത്താവ് ഭാര്യയുടെ വാപ്പാനും ഉമ്മാനെയും പരിഗണിക്കണം. സ്വന്തം വാപ്പാനും ഉമ്മാനെയും പരിഗണിക്കുന്നതോടൊപ്പം
ഇവരെയും പരിഗണിക്കണം. മനസ്സിലായോ? കാരണം ഇവർ വാപ്പായും ഉമ്മയാണ്. അപ്പോൾ ഇവരെ ഞാൻ പരിഗണിച്ചാൽ അത് നിങ്ങൾ ചെയ്തോ, അവർ ബാക്കി അള്ളാഹി അവർ തമ്മിലായിക്കോളും. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ബന്ധങ്ങളും നിങ്ങൾ ചേർക്കാൻ പോകേണ്ടത് അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അല്ലെങ്കിൽ ഞാനൊന്ന് പോകണ്ടേ, എന്നെ സഹായിച്ചതല്ലേ, അതൊന്നുമല്ല. നിങ്ങൾ പോകേണ്ടത് നിങ്ങളെ സഹായിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടം ബന്ധം ചേർക്കലാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പോവുക. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ആശുറായിൽ അവരെ കൂടുതൽ പരിഗണിക്കണം. അവരുടെ ഒരു വെറുപ്പ് കൽബിലുണ്ടെങ്കിൽ അവരുടെ കാല് കഴുകി വെള്ളം കുടിച്ചിട്ടാണെങ്കിലും മക്കളെ ആ പൊരുത്തം പിടിച്ചോളണം. വാപ്പാടും ഉമ്മാടും പൊരുത്തക്കേടുണ്ടോ? രക്ഷപ്പെടൂല. എന്തൊക്കെ നന്മ ചെയ്താലും അതൊക്കെ വേസ്റ്റാണ്. അവരുടെ മനസ്സിലൊന്നും ഒരു ചിലപ്പോൾ നമ്മൾ അനുഭവിക്കണ മുഴുവൻ പ്രശ്നങ്ങളും അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായ ഒരു ചെറിയ വേദനയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉമ്മാനോട് വാപ്പാനോട് ഇത്തിരി ശബ്ദം ഉയർത്തി സംസാരിച്ചപ്പോൾ ആ ഉമ്മയുടെ കൽബൊന്ന് വിങ്ങി, മതി, അവിടെ തുടങ്ങി നിൻ്റെ തകർച്ച. പടച്ചോൻ അതങ്ങ് സ്വീകരിക്കും. ആ കൽബ് വിങ്ങിയ പടച്ചോൻ കാണും. അത് എത്ര വളരെ മോശം ഉമ്മയാണെങ്കിലും നിന്നെ പെറ്റ ഉമ്മയാണ്. ആ ഉമ്മ എത്ര കൊള്ളൂലാത്തവളാണെങ്കിലും നീ ആ ഉമ്മാനെ വേദനിപ്പിച്ചിട്ട് ആ ഉമ്മയുടെ കൽബ് വിങ്ങിയാൽ നിൻ്റെ കാര്യം പടച്ചോൻ ഏറ്റെടുക്കും, പണി കിട്ടും. മരിക്കണതിന് മുമ്പ് നരകിച്ചിട്ടല്ലാതെ മരിക്കൂല. അപ്പോൾ വാപ്പാടെയും ഉമ്മാടെയും പൊരുത്തം, ആ പൊരുത്തത്തിൻ്റെ ചോട്ടിലാണ് സ്വർഗ്ഗമുള്ളത്, ആ കാലിൻ്റെ അടിയിലാണ് സ്വർഗ്ഗമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആശൂറ കിട്ടണോ കാലിൻ്റെ അടിയിൽ പോയി കിടന്നോളണം. അവരുടെ പൊരുത്തം മേടിച്ചോളണം കേട്ടോ. അവർ നമുക്ക് പൊരുത്തപ്പെട്ട് തരുന്നവരെ വാശി എന്താ, അതൊക്കെ അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തേക്ക്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പോയി പൊരുത്തപ്പെടിക്കുക, ബാക്കി അത് അവരും അള്ളാഹി തമ്മിലായിക്കോളൂന്നേ. അപ്പോൾ മാതാപിതാക്കളുടെ പൊരുത്തക്കേടുണ്ടോ അവർക്ക് ആശൂറ ലഭിക്കില്ല. ഇനി ഏഴാമത്തേത് ഈ മിണ്ടിയ നുണ പറയുന്ന ആളുകൾ അല്ലേ. മുഅ്മിനീങ്ങൾ നുണ പറയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മൾ വായെടുത്ത കള്ളത്തര പറയണത്. കളവ് പറയല്ല എന്നും ചൊന്നാരേ, കള്ളൻ്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ, ബിൽഖൂച്ചു ബിറബ്ബാനി വൽഗൗസി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ആ ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സാധനമാണ് കളവ് പറയരുത്. നമ്മളിങ്ങനെ മിണ്ടുന്നതിനും എല്ലാത്തിനും ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ശീലിക്കുന്ന ആളുകളായി മാറരുത്. ഇങ്ങനെ മാറിയാൽ നമുക്ക് ആശ്വാറ കിട്ടൂല. അടുത്തത് എട്ടാമത്തത് ഈ അന്യായമായി സ്വത്ത് തട്ടിയെടുക്കുന്ന ആളുകൾ. അനാഥരുടെയോ അയൽപക്കത്തുള്ളവരുടെയോ കുടുംബക്കാരുടെയോ അങ്ങനെയുണ്ട്. കുറേ ഹാജിയാക്കന്മാരടക്കം എനിക്ക് പരിചയമുണ്ട്. ഏറ്റവും മോശം ലാൻഡ് ഒരു 60 സെൻറ്റ് സ്ഥലം മൊത്തം ഉണ്ട് ഒരാൾക്ക്, എനിക്ക് പരിചയമുണ്ട്. അതിൽ 60 സെൻറ്റ് സ്ഥലത്തിൽ 50 സെൻറ്റ് പാടവും 10 സെൻറ്റ് റോഡ് സൈഡുമാണ്. അപ്പോൾ ഹാജിയാർ ചെയ്തെന്താണെന്നറിയോ, സ്വന്തം പെങ്ങൾക്ക് 50 സെൻറ്റ് കൊടുത്ത് അവിടെ ആ പാടായി കിടക്കുന്ന സ്ഥലത്തിന് 25,000 രൂപയുള്ളൂ, ഒരു സെൻറ്റിന് 25,000 രൂപയുള്ളൂ. 50 സെൻറ്റ് കൊടുത്ത് എന്നിട്ട് മൂപ്പര് 10 സെൻറ്റ് എടുത്ത്. ഏത് 10 സെൻറ്റ്? റോഡ് സൈഡിലുള്ള 10 സെൻറ്റ്. അവിടെ എത്ര വിലയുണ്ട്? ഒരു സെൻറ്റിന് 70 ലക്ഷം രൂപയുണ്ട്. ഒരു സെൻറ്റിന് ഹൈവേ, നാഷണൽ ഹൈവേയുടെ അടുത്ത് കിടക്കുന്ന സാധനം 70 ലക്ഷം രൂപയുണ്ട്. മൂപ്പര 70ഉം 10 എത്ര നിങ്ങൾ ചിന്തിച്ച് നോക്കി. 70 ലക്ഷവും 10 സെൻറ്റും കൂടെ ആകുമ്പോൾ എത്ര കോടിയായി? മറ്റവർക്ക് കൊടുത്തതോ? അപ്പോൾ ഇതിൻ്റെ പേരിൽ പുള്ളി ന്യായീകരിക്കുകയാണ്, ഞാൻ 50 സെൻറ്റ് കൊടുത്തില്ല, ഞാൻ 10 എടുത്തുള്ളൂ എന്നാണ്. അപ്പോൾ അതിനൊരു വില കൊടുക്കാതെ, മറ്റുള്ളവരെ പരിഗണിക്കാതെ അവർക്കും കൂടെ അവകാശപ്പെട്ടത് തട്ടിയെടുക്കുന്ന മനോഭാവമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ആചാരാണെങ്കിലും ആ പേരേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സാധനം കിട്ടൂല. ആശ്വാസം അവർക്ക് കിട്ടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ 9ാമത്തേത് ഈ നിസ്കാരം മുടക്കുന്ന ആളുകൾ. നിസ്കാരം ഇങ്ങനെ നിരന്തരം മുടക്കുക. നിസ്കാരം എന്ന് പറഞ്ഞാൽ പടച്ചോനുമായിട്ടുള്ള മുനാജാത്താണ്. ഈ മുനാജാത്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ആശൂറാണ് ഈ തേടിപ്പോണത്? നിർബന്ധമായ നിസ്കാരം കളാക്കുന്നവർക്ക് ആശൂറ ഇല്ല, ഒരു സാധനമില്ല. അവസാനം 10ാമത്തേത് മനസ്സിൽ പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ആളുകൾ അല്ലേ. സഹജീവികളോട്, കുടുംബക്കാരോട്, അമ്മായിയമ്മേനോട് അല്ലെങ്കിൽ മരുമോളോട്, നമ്മുമായി ബന്ധപ്പെട്ട കൂട്ടുകാരോട്, അയൽക്കാരോട്, ഇങ്ങനെ മനുഷ്യനോട് പക കൊണ്ട് നടക്കുക. എന്തെങ്കിലുമൊക്കെ ചെറിയ സംഗതി ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ പകരം വീട്ടും. അങ്ങനെ പക മനസ്സിലുള്ള കാലത്തോളം നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി പുറത്തു കൊടുക്കുന്നത്, അവർക്ക് വേണ്ടിയില്ല, അള്ളാഹ്ക്ക് വേണ്ടി പുറത്തു കൊടുക്കുക. ആ പക മനസ്സിലുള്ള കാലത്തോളം നിങ്ങൾക്ക് ആശൂറ കിട്ടൂല. ആ നന്മയൊന്നും നിങ്ങളുടെ കൽബിലേക്ക് ഇറങ്ങൂല. മനസ്സിലായോ? അപ്പോൾ 10 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് നമ്മുടെ ലൈഫിൽ വളരെ അത്യാവശ്യമാണ്. ഈ 10 കൽബിൽ നിന്ന് മാറിയാൽ തന്നെ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അപ്പോൾ ഈ 10 സംഗതി ലൈഫിലുണ്ടോ? ആശൂറ കിട്ടൂല കേട്ടോ. ഭയങ്കര ഡേഞ്ചറാണ്. ആശൂറ ദിവസമൊക്കെ നമുക്ക് ഈ കൊല്ലം കിട്ടിയില്ലെങ്കിൽ അടുത്ത കൊല്ലം, അടുത്ത ആശൂറ വന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെയൊക്കെ കഥ എന്താ മക്കളെ? എത്ര വലിയ അപകടത്തിലാണ് നമ്മളുള്ളത്. അപ്പം എത്ര
എത്രയും പെട്ടെന്ന് സൂക്ഷിച്ച് ഇതിൽ നിന്ന് മാറ്റം വരുത്തി മുത്തക്കീങ്ങളായ നല്ല കുട്ടികളായിക്കൊള്ളാം, സ്വഭാവ ലെയറിലുള്ളവർ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അക്കൂട്ടത്തിൽ എപ്പോഴും പറയുന്ന സാധനമാണ് ഈ റിലീഫ് പദ്ധതി. ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ സാമ്പത്തിക പരാധീനതകളൊക്കെ നമ്മൾ പറഞ്ഞു, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചാൽ പടച്ചോൻ നമ്മൾ ചേർത്ത് പിടിക്കൂലേ. അപ്പോൾ ഇതൊക്കെ ചെയ്യണതിനോടൊപ്പം ഈ ഹദിയ കൂടെ ചെയ്തിട്ട് പടച്ചോനെ ആശുറായിന് വേണ്ടി ചെയ്യണമെന്നുള്ള ഒന്ന് ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണോട്ടല്ല, നിനക്ക് വേണ്ടി ഹദിയ ചെയ്യാണ് റബ്ബേ, ആ ബോധ്യത്തിൽ ചെയ്തോ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം. ആശുറ ദിവസം ഒരു പ്രവാചകന് അള്ളാഹു ജയിലിൽ നിന്ന് മോചനം കൊടുത്തു. ജയിലിൽ നിന്നൊരു പ്രവാചകനെ മോചിപ്പിച്ചു മുഹറം 10-ന്. ജയിലിൽ കിടന്ന് അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പ്രവാചകന് മോചനം കൊടുത്തത് ആശുറായിൻ്റെ അന്നാണ്. ഏതാണ് ആ പ്രവാചകൻ? ജയിൽ മോചനം മുഹറം 10 ലഭിച്ച നബി ഏതാണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ. വരുന്ന വെള്ളിയാഴ്ച ദിവസം ആശൂറ ആണ്. ആശൂറയിൻ്റെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണയല്ല. ഞങ്ങൾ നൽകിയ റിലീഫ് ഹദിയയെല്ലാം നീ സ്വീകരിക്കണയല്ല. ഒരുപാട് സങ്കടങ്ങളുണ്ട്, അതൊക്കെ നീ നീക്കണയല്ല. അസുഖബാധിതർക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല. മക്കളെ നന്നാക്കണയല്ല. ഉന്നത വിജയം നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ എല്ലാവർക്കും നീ ഔദാര്യമായി നൽകണയല്ല. പരിശുദ്ധ ഭൂമിയിലേക്ക് ഉംറക്ക് പോകുന്നു എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അമലുകളെല്ലാം പൂർത്തീകരിച്ച് ഭംഗിയായി തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണയല്ല. പടച്ചോനെ, ആ പുണ്യഭൂമിയിലെത്താതെ ഞങ്ങൾ മരിപ്പിക്കല്ലേയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ ആരെല്ലാമുണ്ടോ ഖബറിടം വെളിച്ചമാക്കണയല്ല. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല. സമാധാനം തരണയല്ല. പടച്ചോനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിപ്പിക്കണയല്ല. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർ, ഹദിയകൾ ചെയ്യുന്നവർ എല്ലാവരുടെയും കണ്ണുനീർ നീ തുടയ്ക്കണയല്ല. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.